KUF മീഡിയയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു വീഡിയോ കാണിക്കുന്നുണ്ട്. ആ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. കേരളത്തിലെ HIV റേറ്റ് എന്താണ് ഇപ്പൊ നിങ്ങൾ പറയൂ? ഇന്ന് നമ്മൾ ഈ ഇരിക്കുന്ന രാവിലെ ഏറ്റവും കൂടുതൽ HIV റേറ്റ് കേരളത്തിൽ റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ഒരാഴ്ച മുമ്പ് ഏതെങ്കിലും ഒരു കല്യാണ നിശ്ചയം നടത്തുന്ന സമയത്ത്, ആലോചന നടത്തുന്ന സമയത്ത് പെണ്ണിന്റെയും ചെക്കന്റെയും HIV പരിശോധിക്കണമെന്ന് ഇനി സർക്കാർ പറയേണ്ടി വരും. ഇത് സർക്കാർ അനൗൺസ് ചെയ്യേണ്ടി വരും. HIV കാരണം ഇത് പെറ്റ് വരുമോ അല്ലെങ്കിൽ മനസ്സിലായില്ലേ? ഇപ്പൊ HIV ഉണ്ടാകുന്നത് പണ്ട് ആണെന്നല്ല, സെക്സ് നടത്തുന്നതുകൊണ്ട് മാത്രമല്ല, മയക്കുമരുന്നിന്റെ ഉപയോഗം കൊണ്ടും സിറിഞ്ചുകൾ മാറി മാറി കുത്തുന്നതുകൊണ്ടും ഒക്കെ HIV പകരുന്നുണ്ട്. ആരെങ്കിലും ഇതിനെക്കുറിച്ച് ബോധേടാണോ? എല്ലാവരും കല്യാണം നടത്തിപ്പിക്കാനും പ്രജനനം നടത്തിപ്പിക്കാനും പിന്നെ കൊച്ചുങ്ങളെ താരാട്ട് പാടാനും കാത്തിരിക്കുന്ന അച്ഛനമ്മമാർ, ഒരു 10-40 വർഷത്തെ അവരുടെ മൊത്തം അധ്വാനം ഒറ്റ ദിവസം കൊണ്ട് പൊടിച്ച് കാശാക്കി കണ്ണ് മഞ്ചലിപ്പിച്ച് കളയാൻ നിൽക്കുന്ന പേരൻസ്, കുട്ടികളുടെ സുരക്ഷയ്ക്കും അവരുടെ ആരോഗ്യത്തിനു വേണ്ടി ഹെൽത്ത് ടെസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമുള്ള ഏതെങ്കിലും അച്ഛനമ്മമാർ കേരളത്തിലുണ്ടോ? കേരളത്തിൽ എത്ര അച്ഛനമ്മമാർ കല്യാണം ഇതുവരെയുള്ള, എന്നെ ഇനി കേൾക്കാൻ പോകുന്ന അച്ഛനമ്മമാരോട് ചോദിക്കുക, ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല ബോധവും വിവരമുള്ളവരാണ്. കുട്ടികളുടെ ബ്ലഡ് ടെസ്റ്റ് പരിശോധിക്കുക, HIV പരിശോധിക്കുക, ഏതെങ്കിലും സാംക്രമിക രോഗം ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഇവർ പറയുന്നതിൽ വളരെയധികം വാസ്തവമുണ്ട്. കാരണം ഇന്നിപ്പോ എയ്ഡ്സ് രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ എയ്ഡ്സ് രോഗികളുടെ HIV രോഗികളുടെ എണ്ണം, എയ്ഡ്സ് രോഗം പിടിക്കപ്പെടുന്നത് വെറും ലൈംഗികപരമായിട്ടുള്ള ബന്ധങ്ങൾ കൂടി മാത്രമല്ല, മറിച്ച് സിറിഞ്ചുകൾ ഉപയോഗിക്കുന്നത് വഴി, രക്തം സ്വീകരിക്കുന്നത് വഴി, പ്രത്യേകിച്ചിട്ട് ഈ ലഹരി ഉപയോഗിക്കുന്നവർക്കിടയിലൊക്കെ ഈ രോഗം വളരെ വ്യാപകമായി മാറിയിരിക്കുന്നു എന്നാണ് പഠനങ്ങൾ തെളിയിക്കപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിർബന്ധമായിട്ടും വിവാഹത്തിന് മുമ്പ് രക്തപരിശോധന, അതായത് ഇതുപോലെയുള്ള മാരകമായ പകർച്ചവ്യാധികളായിട്ടുള്ള അസുഖങ്ങളില്ല എന്നുള്ള രീതിയിൽ ഉറപ്പുവരുത്തുന്ന ഒരു രക്തപരിശോധന നമ്മുടെ അധികാരികൾ നിർബന്ധമാക്കി കഴിഞ്ഞാൽ ഒട്ടേറെ നിരപരാധികൾ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം ഈ രോഗം മറച്ചു വെച്ചുകൊണ്ട് വിവാഹം കഴിക്കുന്ന എത്രയോ സംഭവങ്ങളുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കേട്ടത്, അതായത് 10 വർഷത്തോളമായി ഒരാള് അസുഖത്തിന് മരുന്ന് കഴിക്കുന്നു. അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളിയോട് പറഞ്ഞത്, ഞാൻ മറ്റൊരു അസുഖത്തിനാണ് മരുന്ന് കഴിക്കുന്നത് എന്നതാണ്. പക്ഷെ അദ്ദേഹം എയ്ഡ്സിന്റെ HIV മരുന്നാണ് നാളിതുവരെ കഴിച്ചുകൊണ്ടിരുന്നു എന്ന കാര്യം ആ ജീവിത പങ്കാളിക്ക് പിന്നീട് തിരിച്ചറിയാൻ കഴിയും. കോടതി അവർക്കൊരു വിവാഹമോചനം ഉടൻ തന്നെ സാധ്യമാവുകയും ചെയ്തു എന്നാണ് വാർത്തയിൽ കൂടി പ്രതിപാദിച്ചത്. അപ്പൊ ഇതുപോലുള്ള എത്രയോ നിരപരാധികളുണ്ട്. ഇപ്പോ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം, ഒരു അസുഖം പിടിക്കപ്പെട്ട ഒരു പുരുഷൻ ഒരു സ്ത്രീയെ, ഈ അസുഖമില്ലാത്ത ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ വിവാഹം കഴിക്കുന്നത് വഴി ആ സ്ത്രീക്കും ഈ അസുഖം പിടിക്കപ്പെടും. ഇവിടെ ഒരു സ്ത്രീക്കാണ് ഈ അസുഖം ഉണ്ടെങ്കിൽ, ഒരു അസുഖം പിടിക്കപ്പെടാതെ ഒരു പുരുഷൻ ആ സ്ത്രീയെ വിവാഹം കഴിക്കുന്നത് വഴി ആ പുരുഷനിക്കും ഈ രോഗം പകരും. അങ്ങനെ ഈ രീതിയിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്നു ഈ രോഗം. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വിവാഹത്തിന് മുമ്പ് നമ്മുടെ അധികാരികൾ ഇത്തരം രോഗങ്ങളില്ലാന്ന് ഉറപ്പുവരുത്തുന്നുള്ള രക്തപരിശോധനകളും മറ്റും നടത്തുന്ന ഒരു സംവിധാനം ഇവിടെ വരികയാണെങ്കിൽ ആ വീഡിയോയിൽ പറഞ്ഞ പ്രകാരം ഒട്ടേറെ നിരപരാധികൾ രക്ഷപ്പെടും. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ വീഡിയോ പരാമർശിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു വീഡിയോ ചെയ്യാനുള്ള താല്പര്യപ്പെട്ടത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഞാൻ നേരത്തെ സൂചിപ്പിച്ച രീതിയിലുള്ള ഒരു വാർത്തയും കൂടി കേട്ടു. ഏതായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ കാര്യത്തെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക.